നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആറങ്ങോട്ടുകരയിൽ തെരുവുനായുടെ ആക്രമണത്തിൽ 4 വയസ്സുകാരന് പരിക്കേറ്റു. ഈസ്റ്റ് പല്ലൂർ നമ്പ്രം പ്രദേശത്തെ പൂവാരത്തുടി വീട്ടിൽ മുസ്തഫയുടെ മകൻ 4 വയസ്സുള്ള മുഹമ്മദ് ലാസിനാണ് കടിയേറ്റത്. കുട്ടി വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ തെരുവുനായ ഓടിയെത്തി കവിളിലും കയ്യിലും കടിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 12:45ഓടെയായിരുന്നു സംഭവം. കടിയേറ്റ കുട്ടിയുടെ മുഖത്ത് ആഴത്തിൽ മുറിവുണ്ട്. വീട്ടുകാർ കുട്ടിയെ ഉടൻ തന്നെ ദേശമംഗലം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പട്ടാമ്പിയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയി. ബൈക്ക് മോഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊപ്പം ആമിയൂർ സ്വദേശി മുഹമ്മദ് ഫാരീസിന്റെ ബുള്ളറ്റാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും മോഷണം പോയത്. KL 52Q 1844 എന്ന നമ്പറോട് കൂടിയ ബ്ലാക്ക് ബുള്ളറ്റായിരുന്നു മോഷണം പോയത്. മുഹമ്മദ് ഫാരീസ് ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് റെയിൽവേ സ്റ്റേഷൻ റോഡിന് സമീപത്താണ് ബുള്ളറ്റ് നിർത്തിയിട്ടിരുന്നത്. തുടർന്ന് തൃശൂർ പൂരത്തിന് പോയതായിരുന്നു. രാത്രിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് ബൈക്ക് മോഷണം പോയ വിവരം അറിയുന്നത്. ബൈക്ക് മോഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ഈ ദൃശ്യങ്ങൾ സഹിതം മുഹമ്മദ് ഫാരീസ് പട്ടാമ്പി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചതായാണ് അറിയാൻ കഴിഞ്ഞത്. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിനിടയാക്കിയവരെ നിയമത്തിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് നാളെ ദളിത് ആദിവാസി സംഘടനകളുടെ സംയുക്ത വേദിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിക്കും. സംസ്ഥാന ഹർത്താലിന് പട്ടാമ്പി താലൂക്കിലും പിന്തുണയ്ക്കുമെന്ന് വിവിധ സംഘടനകളുടെ സംയുക്ത വേദി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നിതിൻ രാജിന്റെ മരണത്തിലെ ദുരൂഹത നീക്കുക, ഡെന്റൽ കോളേജിലെ അധ്യാപകരായ ഡോക്ടർ റാം ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാളെ സംസ്ഥാന ഹർത്താലിന് ദളിത് ആദിവാസി സംഘടനകളുടെ സംയുക്ത വേദി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാന ഹർത്താലിനെ പിന്തുണ പ്രഖ്യാപിച്ച് പട്ടാമ്പി താലൂക്കിലും വിവിധ സംഘടനകളുടെ സംയുക്ത വേദി രംഗത്തെത്തിക്കഴിഞ്ഞു. നിലവിൽ 52 ദളിത് ആദിവാസി സംഘടനകളുടെ സംയുക്ത വേദിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പട്ടാമ്പി തൃത്താല പ്രദേശങ്ങളിലെ DSM, BSP, KTSF, പാക്കനാർ സംഘം എന്നിവയുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഹർത്താലിന് പിന്തുണ നൽകുന്നത്. നിതിൻ രാജ് മരണപ്പെട്ടിട്ട് 15 ദിവസമായിട്ടും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കണ്ടെത്താനോ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ അവസരത്തിൽ സമൂഹത്തിലെ ദളിത് വിഭാഗങ്ങൾക്ക് നേരെ മേലിൽ ഇത്തരം അനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് ഹർത്താലുമായി രംഗത്തിറങ്ങുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഏപ്രിൽ 12 ശ്രീ നിതിൻ രാജ് മരണപ്പെടുന്നത്. ഇന്ന് 15 ദിവസം കഴിഞ്ഞു. ഇതുവരെയായിട്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനോ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനോ ഭരണ പോലീസ് സംവിധാനങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ 52ഓളം സംഘടനകൾ നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് ആ ഹർത്താൽ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. 52ഓളം സംഘടനകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ഹർത്താലുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കുറേ നാളുകളായി കേരളീയ സമൂഹത്തിൽ ജാതീയമായ വേർതിരിവുകൾ ഉണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുൻപോകുന്നത്. അത് ഈ 52 സംഘടനകളിൽ പെടാത്തവരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിലെ വിവിധ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ആ ഹർത്താലിന് പിന്തുണ നൽകാൻ തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ്. നാളെ 6 മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്ന ഹർത്താലിന് പട്ടാമ്പി തൃത്താല മേഖലകളിലെ വിവിധ സംഘടനകളുടെയും BSP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ അറിയിക്കുകയാണ്. ഈ ഹർത്താൽ വിജയിപ്പിക്കാൻ പൊതുസമൂഹം, വ്യാപാരി വ്യവസായികൾ എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വ്യാപാരികളും മറ്റു തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ ഹർത്താലുമായി സഹകരിക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ രാജേന്ദ്രൻ മുതുതല, NP ബാലൻ, ഡോക്ടർ M രാമചന്ദ്രൻ,
വേലായുധൻ ഒതളൂർ, ടി.പി. നാരായണൻ, യു. ബാലകൃഷ്ണൻ, കെ. ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദലിത് സമൂഹം ഒന്നാകെ ഇതിനെ പ്രതിഷേധിക്കാനും ഇതിനെ പ്രതിരോധിക്കാനുമുള്ള മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ വ്യവസ്ഥിതിയിൽ കേരളത്തിൽ വിവിധ തലങ്ങളിലായി ദലിത് സമുദായങ്ങൾ വിവിധ സംഘടനകളായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഇതിനു മുൻപ് ഇതുപോലെ കുറെ അനവധി മരണങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ സമൂഹത്തിൽ തന്നെ നിരവധി ഇതുപോലത്തെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പ്രതിഷേധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ഗൗരവതരമായിട്ട് ഇവിടെ ഭരണവ്യവസ്ഥയിൽ ആരും തന്നെ എടുത്തിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്രാവശ്യം ഇങ്ങനെ ഒരു മരണം സംഭവിച്ചപ്പോൾ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണ് എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അതിനെതിരെ നിയമതലത്തിൽ ഒരു നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതിൽ ഇതുവരെ സാധ്യമായിട്ടില്ല. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന മൻസൂർ ചൂരക്കോടിന്റെ ഓർമ്മയിൽ വല്ലപ്പുഴയിൽ ചർക്കയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ചക്ര കസേര വിതരണം നടത്തി. ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അകാലത്തിൽ അന്തരിച്ച യൂത്ത് കോൺഗ്രസ് മുൻ വല്ലപ്പുഴ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ മൻസൂർ ചൂരക്കോടിന്റെ സ്മരണയിലാണ് ചർക്കയുടെ നേതൃത്വത്തിൽ 2 പേർക്ക് വൈദ്യുത ചക്ര കസേര നൽകിയത്. 55,000 രൂപ വില വരുന്ന വൈദ്യുത ചക്ര കസേരയാണ് 2 പേർക്കായി വിതരണം ചെയ്തത്. ചൂരക്കോട് അത്താണിയിൽ നടന്ന വിതരണ ചടങ്ങ് ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. തന്റെ കർമ്മ പ്രവർത്തനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ട മൻസൂർ നമ്മോട് ഇവിടെ പറയുന്നത്. മൻസൂർ എന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഞാൻ കൂടുതൽ അടുക്കുന്നതും പരിചയപ്പെടുന്നതുമൊക്കെ 2021 തെരഞ്ഞെടുപ്പ് സമയം തൊട്ടാണ്. ഇവിടെ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായി ഒരു സ്ഥാനാർത്ഥിയായി വന്ന് ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട ഒരു സ്നേഹമല്ല എനിക്കന്ന് ലഭിച്ചത്. മറിച്ച് ഒരു സഹോദര തുല്യമായിട്ടുള്ള സ്നേഹവും പരിഗണനയുമാണ് അദ്ദേഹം വ്യക്തിപരമായി എനിക്ക് നൽകിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലം, ആ സമയത്ത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. അദ്ദേഹം നടത്തിയ സംഘടനാ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാട് അനുഭവിച്ച വലിയ പ്രയാസഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. കോവിഡ് സമയത്ത് അതുപോലെ മറ്റ് പ്രയാസഘട്ടങ്ങളിലൊക്കെ വളരെ കൃത്യമായി നാടിൻ്റെ ഒരു സ്പന്ദനമായിക്കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രമല്ല, മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ കാര്യങ്ങളിൽ നാടിൻ്റെ പൊതു രംഗത്ത് വളരെ സജീവമായി വളരെ സക്രിയമായിട്ടാണ് അദ്ദേഹം ഇടപെട്ട് മുന്നോട്ട് പോയിരുന്നത്. സെയ്ദ് കോടനാട് അധ്യക്ഷനായിരുന്നു. കമ്മുക്കുട്ടിയടത്തോൾ അഡ്വക്കേറ്റ് രാമദാസ്, ജിതേഷ് മൊഴിക്കുന്നം, ബിന്ദു സന്തോഷ്, MT സലാം, അഡ്വക്കേറ്റ് A ജമാൽ, ഹക്കീം ചൂരക്കോട്, നാസർ ചൂരക്കോട്, റഫീഖ് വല്ലപ്പുഴ, VM മുസഫ, നസീർ ആലിക്കൽ, EPM ഇക്ബാൽ, അലി ആലിക്കൽ, CK സിദ്ദീഖ്, T സഹദുള്ള, K അഷ്റഫ് അലി, ഷാജിമോൻ, പ്രേമലത, യൂസഫ് കുറുവട്ടൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മീനച്ചൂടിൽ വെന്തുരുകുന്ന നാട്ടുകാർക്ക് ആശ്വാസമായി നാഗലശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളുടെ വക തണ്ണീർ പന്തൽ. വിവിധ ആവശ്യങ്ങൾക്കായി തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്തുന്ന സാധാരണക്കാർക്ക് കൈത്താങ്ങായാണ് ജനപ്രതിനിധികൾ നേരിട്ട് സംഭാര വിതരണത്തിന് തുടക്കമിട്ടത്. പഞ്ചായത്ത് ഓഫീസ്, ബ്ലോക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ, ഹെൽത്ത് സെന്റർ തുടങ്ങിയ ഇടങ്ങളിലേക്ക് എത്തുന്ന നൂറുകണക്കിന് ആളുകൾക്കാണ് ഈ വേനൽക്കാലത്ത് കുളിർമയായി നന്മയുടെ തണ്ണീർപ്പന്തൽ ഒരുക്കിയിരിക്കുന്നത്. നല്ല നാടൻ മോര് കൊണ്ടുണ്ടാക്കിയ സംഭാരമാണ് ഇവിടെ എത്തുന്നവർക്ക് സൗജന്യമായി നൽകുന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ CV സുബൈർ, C രവീന്ദ്രൻ, വെളിയംതടം മോഹനൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ വേനൽക്കാല സംരംഭം ആരംഭിച്ചത്. ചുട്ടുപൊള്ളുന്ന വെയിലിൽ വാടി തളർന്നു വരുന്ന യാത്രക്കാർക്കും ഓഫീസുകളിലെത്തുന്നവർക്കും ഈ തണ്ണീർപ്പന്തൽ വലിയ ആശ്വാസമാകുന്നു. ജനപ്രതിനിധികൾ തന്നെ നേരിട്ടിത്തരം ഒരു സേവനത്തിന് മുന്നിട്ടിറങ്ങിയത് നാടിന്റെ നാനാം ഭാഗങ്ങളിൽ നിന്നും വലിയ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട്. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ഈ സേവനം തുടരാനാണ് പഞ്ചായത്ത് അംഗങ്ങളുടെ തീരുമാനം. തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ് 32കാരനായ യുവാവ്. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ പള്ളം സെന്ററിൽ താമസിക്കുന്ന ചുട്ടറമ്പിൽ വീട്ടിൽ സുഫൈലാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്.
ജന്മന കാഴ്ചശക്തിയില്ലാത്ത സുഫൈലിന് എറണാകുളത്ത് വെച്ചുണ്ടായ അപകടത്തിലാണ് കാലിന് പരിക്കേറ്റത്. തുടർ ചികിത്സയ്ക്കായി 10 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചു. എന്നാൽ കാലിൽ പഴുപ്പ് കയറി സ്ഥിതി വീണ്ടും ഗുരുതരമായി. നിലവിൽ പെരിന്തൽമണ്ണയിലുള്ള സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിലാണ്. സുമനസ്സുകളായ നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും സഹായം കൊണ്ടാണ് ചികിത്സ നടത്തിയത്. തുടർ ചികിത്സയ്ക്ക് കൂടുതൽ പണം ആവശ്യമാണ്. സുഫൈലിനെ പോലെ തന്നെ പൂർണ്ണമായും കാഴ്ചശേഷിയില്ലാത്ത ഭാര്യയും 5ഉം 8ഉം വയസ്സ് പ്രായമുള്ള 2 പെൺമക്കളും പ്രായമായ മാതാപിതാക്കളും അടങ്ങിയ കുടുംബം എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. പക്ഷേ കമ്പി ഇട്ടപ്പോൾ ഭയങ്കര വേദനയായി വരും. ഞാൻ വീണ്ടും ആ കമ്പി ഊരി വേറെ ഹോസ്പിറ്റലിൽ പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലാണ് ഇപ്പോൾ കളിക്കുന്നത്. അവിടുന്ന് കമ്പി ഊരി അങ്ങനെ കമ്പി ഊരിയപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് മാറിയിട്ടില്ല, എപ്പോഴും കിടപ്പിൽ തന്നെയാണ്. അതുകൊണ്ട് വേറെ വിദഗ്ധമായ ഡോക്ടർമാരെ കാണിക്കണമെങ്കിൽ ഒരുപാട് സാമ്പത്തികത്തിൻ്റെ പ്രശ്നമുണ്ട്. അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം എനിക്കൊരു ഉമ്മയും അതുപോലെ ഒരു അനിയനുള്ളത്. അനിയത്തിക്ക് 40% കാഴ്ചക്ക് പ്രശ്നമുള്ള ആളാണ്. അങ്ങനെ ഇപ്പോൾ നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും കൂടി സഹായിച്ചിട്ടാണ് ഞങ്ങളുടെ ജീവിതം കൊണ്ടുപോകുന്നത്. പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ സാമ്പത്തിക സഹായം എല്ലാവരും നിന്നും പ്രതീക്ഷിക്കുന്നു. സുഫൈലിന്റെ തുടർ ചികിത്സകൾക്കായി വരുന്ന സാമ്പത്തിക ബാധ്യതയിലേക്ക് കരുണപറ്റാത്ത സുമനസ്സുകളുടെ സഹായ സഹകരണം കാത്തിരിക്കുകയാണ് ഈ കുടുംബം. പട്ടാമ്പി കൊടലൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. മെയ് 3 വരെ യജ്ഞം തുടരും. പട്ടാമ്പി കൊടലൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യജ്ഞത്തിന് തുടക്കമായി. യജ്ഞവേദിയിലേക്ക് ആചാര്യനെ സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ ക്ഷേത്രതന്ത്രി കാലടി പടിഞ്ഞാറടുത്ത് ശങ്കരുണ്ണി നമ്പൂതിരിപ്പാട് യജ്ഞത്തിന്റെ തിരി തെളിയിച്ചു. വെള്ളിനേരി ഹരികൃഷ്ണനാണ് യജ്ഞാചാര്യൻ. ഉദ്ഘാടന സഭയിൽ അപ്പു നമ്പൂതിരി കറുത്തേടത്തുമന അധ്യക്ഷനായിരുന്നു. സതീശൻ ചിറ്റാനിപ്പാറ, രാധാകൃഷ്ണൻ ഇടിയത്ത്, PK ശിവരാമൻ, UN മണികണ്ഠൻ, ഗിരിജ ഉണ്ണി, BP രഹിത, KP ശാന്ത, K കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് യജ്ഞം ആരംഭിച്ചു. തളി മഹലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹിദായ ഇംഗ്ലീഷ് സ്കൂളിന്റെ 2ാമത് KG കോൺവൊക്കേഷൻ സെറമണി നടത്തി. തളി HIM മദ്രസ ഹാളിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ ഉദ്ഘാടനം ചെയ്തു. തളി മഹൽ പ്രസിഡന്റ് അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. തളി മഹൽ ഖത്തീബ് ഹാഫിൽ ഫാസിൽ ഹുദവി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മഹൽ സെക്രട്ടറിയും വരവൂർ 3ാം വാർഡ് മെമ്പറുമായ TM നാസർ ടാലന്റ് ടെസ്റ്റിൽ വിജയികൾക്കും ക്ലാസ് ടോപ്പേഴ്സിനും ഹാജർ ടോപ്പേഴ്സിനും പഞ്ചായത്ത് ലെവൽ അബാക്കസ് വിജയികൾക്കും സമ്മാനദാനം നിർവഹിച്ചു. തൃശൂർ ഡിസ്ട്രിക്ട് കോർട്ട് അഡ്വക്കേറ്റ് അബ്ദുൾ നിഷാദ് പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചു. തളി മഹൽ ട്രഷറർ TM അബൂബക്കർ, എക്സിക്യൂട്ടീവ് മെമ്പർ അലി KS, സ്കൂൾ എക്സിക്യൂട്ടീവ് മെമ്പർ മുസ്തഫ VS, സ്കൂൾ കോർഡിനേറ്റർ മുഹമ്മദ് നജീബ് വാഫി, ടീച്ചർമാരായ ഫസീറ KM, ജസീല KS, ഫജന VP, ഷാജിദ എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ റഹ്മത്ത് V സ്വാഗതവും PTA പ്രസിഡന്റ് അയ്യൂബ് TM നന്ദിയും പറഞ്ഞു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.